ഇടി മഴ കാറ്റ് ഇന്ന് റിലീസായ സിനിമയാണ്. ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ഭയങ്കര ലോ ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയാണെന്നുള്ളത്. നല്ല കാസ്റ്റുണ്ട് ഈ സിനിമയ്ക്ക്. ശ്രീനാഥ് ബാസി, ചെമ്പൻ വിനോദ്, സുധീ കോപ്പ, അങ്ങനെ നമുക്കറിയാം, നമുക്ക് ഇഷ്ടമുള്ള കുറച്ചധികം ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു പ്രോപ്പർ ഡ്രാമയാണ്. 2 മണിക്കൂർ 20 മിനിറ്റിനടുത്താണ് സിനിമയുടെ ഡ്യൂറേഷൻ. അമ്പിളി എസ് രംഗനാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞവരെ കൂടാതെ സെന്തിലുണ്ട്, അസീസ് നെടുമങ്ങാടുണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഈ സിനിമയെപ്പറ്റി പറയാനാണെങ്കിൽ നല്ല ഉഗ്രൻ ഒരു ഉറക്കഗുളിക, അതാണ് എനിക്ക് തോന്നിയത്. ഇടി മഴ കാറ്റ് ഭയങ്കര മോശം സിനിമ. ഒന്നും ഒരു വികാരമില്ലാതെ തുടങ്ങി അവസാനിച്ച വളരെ മോശം സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു സീൻ പോലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. മേക്കിംഗ് ഒക്കെ ഭയങ്കര ശോകം, ഭയങ്കര ബഡ്ജറ്റ് കുറഞ്ഞെടുത്തായിട്ടാണ് തോന്നിയത്. അതിലും കൂടുതൽ ഇതിലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഇന്ന് രാവിലെ കണ്ട സിനിമയിൽ അതുപോലെ തന്നെ ആയിരുന്നു. ഇതിലും അങ്ങനെ തന്നെ. ശ്രീനാഥ് ബാസി ആയാലും ചെമ്പൻ വിനോദ് ആയാലും ആരായാലും ഒരു താല്പര്യമില്ലാതെ, ഒരു ഫീലില്ലാത്ത പോലെ ചുമ്മാ വന്ന് മറ്റേ ചത്ത ശവത്തിന് നമ്മൾ മറ്റേ എന്തെങ്കിലും ഒരു ഇത് കൊടുത്ത് എണീപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാണുന്നവർക്ക് തന്നെ ഉറക്കം വരും. ഇവന്മാർ പറയുന്നത് കേട്ട് നമുക്ക് ഉറക്കം വരും. ആ ഫീലാണ്. ഒന്നാമത് സിനിമയുടെ സ്ക്രിപ്റ്റ് ഉറക്കം വരുന്ന രീതിയിലാണ്. അതിനോട് ഇവരുടെ ഈ പറച്ചിലൂടെ കേട്ട താരാട്ടുപാട്ടായി വരുവാണ്. ഇതിലാകെ മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത് ഇതിലെ നായികയും പിന്നെ അതുപോലെ തന്നെ സുധീ കോപ്പയാണ്. നായികയുടെ പേര് എനിക്കറിയത്തില്ല, ക്ഷമിക്കണം. സുധീ കോപ്പ, ഈ നായികയാണ് നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഭയങ്കര തോൽവി. പിന്നെ നമ്മളല്ല അഭിനയം, അതൊക്കെ ഇവർ നല്ല ആർട്ടിസ്റ്റുകളാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ ഒന്നും അതിനെപ്പറ്റി പറയാനുള്ള അർഹിക്കുന്ന സിനിമയല്ല ഇത്. ഒന്നും പറയാനില്ല. ഉറക്ക ഗുളിക. ഇപ്പോൾ ഈ ഒരു സീസണിൽ ഇങ്ങനെ ഇറക്കി കുറേ പടങ്ങൾ വിടുന്നുണ്ട്. കാരണം ഇനിയും മാർച്ച് എമ്പുരാൻ ഇറങ്ങുന്നിടം വരെ എക്സാം സീസൺ ആണല്ലോ, പ്ലസ് നോമ്പും കൂടാണ്. അപ്പം കുറേ പടക്കങ്ങൾ വരും. ചെറിയ കമ്പിത്തിരികൾ മുതൽ വലിയ ഗുണ്ടുകൾ വരെ വരാനുള്ളതാണ് തിയേറ്ററുകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് തിയേറ്ററിൽ കണ്ട സിനിമകളൊക്കെ ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. തൃശ്ശൂർ പൂരത്തിന് ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നെപ്പോലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരുങ്ങിക്കോളൂ. അപ്പം ഈ സിനിമയ്ക്ക് ഇതിനൊക്കെ എന്ത് റേറ്റിംഗ് കൊടുക്കാനാണ്? ഞാൻ പറഞ്ഞില്ല, സുധീ കോപ്പ ആ കുട്ടി നന്നായിട്ട് അഭിനയിച്ചതുകൊണ്ട് മാത്രം 1/5. പിന്നെ ഇന്ന് രാവിലെ കണ്ട ആ ഊളപ്പടത്തേക്കാളും ഏതാണെന്ന് തന്നെ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ ഊളപ്പടത്തേക്കാളും ബെറ്ററാണ്. അതിന് ഞാൻ 0 കൊടുത്തത്. ഇതിന് 1.